മുൻപരിചയമില്ലാത്ത പല ആളുകളും നിങ്ങളെ ഫോൺ വിളിക്കുമ്പോൾ അവരുടെ പേര് തെളിഞ്ഞു വരുന്നു. ഇതെപ്പോൾ ഇവരുടെ ഫോൺ നമ്പർ എന്റെ ഫോണിൽ സേവ് ചെയ്തു എന്ന് വിചാരിച്ച് ഒരിക്കലെങ്കിലും അമ്പരന്ന് പോകാത്തവർ കുറവാണ്. എന്നാൽ കേട്ടോളൂ, ഇത് സേവ് ചെയ്ത പേരല്ല ഫോണിൽ കാണിക്കുന്നത്. ഉപഭോക്താക്കൾ മൊബൈൽ ഫോൺ കണക്ഷൻ അല്ലെങ്കിൽ സിം കാർഡ് എടുത്തപ്പോൾ നൽകിയ KYCയിലെ പേരുകൾ ഫോൺ നമ്പറിന് ഒപ്പം പ്രദർശിപ്പിക്കുവാൻ ടെലികോം ഓപ്പറേറ്റർമാർക്ക് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് നിർദ്ദേശം നൽകി. അടുത്ത ഏതാനും മാസത്തിനുള്ളിൽ പൂർണ്ണതോതിൽ രാജ്യത്ത് ഇത് നടപ്പാക്കുവാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിൽ ഹരിയാനയിൽ മാത്രമാണ് ഇത് സംബന്ധിച്ച പരീക്ഷണം നടക്കുന്നത്. ഇതിനു മുൻപ് തന്നെ ടെലികോം സേവനദാതാക്കൾ ചില കോളുകളിലെ സംശയാസ്പദം തെളിയിച്ചിരുന്ന അതേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് പേര് പ്രദർശിപ്പിക്കുന്നത്. കോളർ നെയിം പ്രസന്റേഷൻ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ പോലുള്ള ടെലികോം ഓപ്പറേറ്റർമാർ ഈ സംവിധാനം ആരംഭിച്ചു കഴിഞ്ഞു. തട്ടിപ്പ് കോളുകൾ, സ്പാം കോളുകൾ വർദ്ധിച്ചതോടെ അതിനുള്ള നടപടിയായി 2022 മുതൽ ഈ നീക്കത്തിനുള്ള നിർദ്ദേശം നൽകുന്നുണ്ട്. ഇതുവഴി ഒരു കോൾ വരുമ്പോൾ തന്നെ അത് എടുക്കുന്നതിന് മുൻപ് തന്നെ ആരാണ് വിളിക്കുന്നതെന്ന് സ്ക്രീനിൽ തെളിഞ്ഞു കാണാൻ കഴിയും. ഇന്ത്യക്ക് മുൻപേ ഈ കോളർ നെയിം പ്രസന്റേഷൻ ചില രാജ്യങ്ങൾ നടപ്പിലാക്കിയിരുന്നു. എന്നാൽ ഖത്തറിൽ ഈ പദ്ധതി നടപ്പാക്കിയപ്പോൾ കോർപ്പറേറ്റുകൾക്ക് മാത്രമേ ഈ സൗകര്യം ചെയ്തിരുന്നുള്ളൂ. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ, ഐഡന്റിറ്റി തട്ടിപ്പുകൾ, ഫോൺ വഴിയുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ എന്നിവ തടയുവാൻ കോളർ നെയിം പ്രസന്റേഷന് നിർണായക പങ്ക് വഹിക്കുവാൻ കഴിയുമെന്നാണ് കരുതുന്നത്. എന്നാൽ ഉന്നത തലത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും അവർ കോൾ ചെയ്യുന്ന സമയത്ത് സ്വീകർത്താക്കളിൽ നിന്ന് പേര് മറച്ചു വയ്ക്കുവാനുള്ള നിയന്ത്രിത ലൈവ് സംവിധാനവുമുണ്ട്. അത് അവർക്ക് മാത്രമേ ലഭ്യമാകൂ. ഈ ഒരു സംവിധാനം നിലവിൽ വരുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പൂർണ്ണതോതിൽ ഈ സംവിധാനം പ്രാവർത്തികമാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇതിനെ മറികടക്കുന്ന മൊബൈൽ ആപ്പുകൾ വരാൻ സാധ്യതയുണ്ടോ? ചിലർക്ക് മാത്രമായി ഈ സംവിധാനത്തിൽ ഒഴിവ് നൽകിയിരിക്കുന്നത് സ്വീകാര്യമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. ഒപ്പം കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക.